അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ ജില്ലയിലുള്ള ഒരു ടീച്ചറുടെ റിട്ടയർമെൻറ്റിൻ്റെ ഒരു പ്രോഗ്രാമാണ് കേട്ടോ. അപ്പോൾ ടീച്ചർ സ്കൂളിൽ നിന്നും വന്നതിന് ശേഷം ഞങ്ങളെല്ലാവരും പൂവ് കൊടുക്കുന്ന ഒരു സീനാണിത്. നല്ലൊരു അടിപൊളി പരിപാടി തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി ഒത്തുകൂടിയപ്പോൾ നിങ്ങളുമായി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി. ഞങ്ങളുടെ എല്ലാ ആളുകളും ഉണ്ട് കേട്ടോ, മാക്സിമം ആളുകളുണ്ട്. ഇതാണ് ടീച്ചർ ഹസ്ബൻഡ്. പിന്നെ നല്ലൊരു അടിപൊളി ഭക്ഷണമൊക്കെ തന്നെ ആയിരുന്നു. ഭാഗ്യത്തിന് മഴ ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ശനിയാഴ്ച വൈകിട്ടായിരുന്നു കേട്ടോ പ്രോഗ്രാം. ഞങ്ങളുടെ കോളനിയിൽ എല്ലാവരും നല്ല അടിപൊളി സ്നേഹമുള്ളവരാണ് കേട്ടോ. നല്ല സൗഹാർദ്ദത്തോടു കൂടിയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. എന്തൊരു പ്രോഗ്രാം ഉണ്ടെങ്കിലും എല്ലാവരും ഒരുമിച്ച് കൂടി നല്ല വൻ വിജയമാക്കി തീർക്കും. കാരണം എല്ലാവരും കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ പ്രോഗ്രാമിന്. വൈകുന്നേരമായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് പ്രോഗ്രാം. അത് കഴിഞ്ഞ് വന്നതിന് ശേഷം ഞാനൊരു സ്നാക്ക് ഉണ്ടാക്കാനായി കുറച്ച് ചക്കക്കുരു ഇവിടെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ചക്കക്കുരു ഒരു 10-50 ചക്കക്കുരു ഉണ്ടാവും കേട്ടോ. അത് തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ചെറുതായി ഒന്ന് മുറിച്ച് വെള്ളം ഉണ്ടാവുമല്ലോ അതൊന്ന് തോർത്തി അതിന് ശേഷം ഇതാ ഞാൻ എയർ ഫ്രയറിൽ ഇട്ട് കൊടുക്കുകയാണ്. എയർ ഫ്രയറിൽ ഇട്ടിട്ട് ചുട്ടെടുക്കാം കേട്ടോ. ഇനി എയർ ഫ്രയർ ഇല്ലയെന്ന് വിചാരിച്ചിട്ട് ആരും ഉണ്ടാക്കി നോക്കാതിരിക്കണ്ട. നമുക്ക് അടുപ്പത്ത് വെച്ചിട്ടും വറുത്തെടുക്കാം കേട്ടോ. പഴയ കാലത്തൊക്കെ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടാണല്ലോ വറുത്തെടുത്തിരുന്നത്. ഇപ്പോൾ ഇതാ ഞാൻ 125 സെൽഷ്യസിൽ 20 മിനിറ്റ് വെച്ചപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു 6 മിനിറ്റും കൂടെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ നമ്മുടെ ചക്കക്കുരു നല്ലതുപോലെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ചൂട് പോയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. എല്ലാ മക്കളും പുതിയ ബാഗും കുടയൊക്കെ ഇട്ട് സ്കൂളിൽ പോയ ദിവസമാണല്ലോ അല്ലേ. കുട്ടികൾക്ക് നല്ല ഒരു സന്തോഷം തന്നെയാണ്. അപ്പോൾ ചക്കക്കുരു നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ എടുക്കുന്നത് ഒരു ബൗള് ഈത്തപ്പഴമാണ്. ഈത്തപ്പഴം കുരു കളഞ്ഞതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു അച്ച് ശർക്കരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ശർക്കര മെൽറ്റ് ചെയ്ത് ഈത്തപ്പഴം ഒന്ന് റെഡി ആയതിന് ശേഷം നമ്മൾ ഈ പൊടിച്ച് വെച്ച ചക്കക്കുരു ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈത്തപ്പഴം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ശർക്കര കൂടുതൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എൻ്റെ കയ്യിൽ ഈത്തപ്പഴം ഉണ്ടായത് കാരണമാണ് ഞാൻ ഈത്തപ്പഴം ഇട്ട് കൊടുത്തത്. എല്ലാവരുടെ വീട്ടിലും ചക്കക്കുരു ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അപ്പം നമുക്കിതൊന്ന് ഉണ്ടാക്കി നോക്കാമല്ലോ. ഇനി ഇതിലേക്കൊരു ബൗള് തേങ്ങ ചിരവിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചക്കക്കുരു വറുത്ത് പൊടിച്ചതാണെങ്കിലും ഇതിനൊരു പച്ചച്ചുവ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്തെടുത്താൽ ആ പച്ചച്ചുവ മാറിക്കിട്ടും കേട്ടോ. ഇനി ഒരു ടേബിൾ സ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നല്ലൊരു ടേസ്റ്റിന് വേണ്ടി നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ ഉണ്ടാക്കിയ നെയ്യായ കാരണം ഫ്രിഡ്ജിൽ വെക്കാറാണ് കേട്ടോ. അതാണ് ഇങ്ങനെ കട്ട പിടിച്ചിട്ടുള്ളത്. ഇനി ഇതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ചൂട് പോയതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉരുട്ടിയെടുക്കാം. ഞാൻ ഇവിടെ ഉണ്ട പോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി വേണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലൊന്ന് നെയ്യ് തടവിയാലും നല്ലതാണ് കേട്ടോ. ഇല്ലെങ്കിലും ഉരുട്ടാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ എല്ലാതും ഞാനിവിടെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായി ഞാൻ ഓരോ പീസ് അണ്ടിപ്പരിപ്പും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അത് നിർബന്ധമില്ല കേട്ടോ. പക്ഷേ അങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് കടിക്കാനൊക്കെ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണല്ലോ. ഇന്നലെ ഗസ്റ്റ് വന്നപ്പോൾ കൊടുത്തിട്ട് ഒട്ടും മനസ്സിലായിട്ടില്ല കേട്ടോ ചക്കക്കുരു കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇനി മറ്റൊരു വീഡിയോയുമായി കാണാം.